يا أيها الذين آمنوا لا تتخذوا الكافرين أولياء من دون المؤمنين أتريدون أن تجعلوا لله عليكم سلطانا مبينا يا أيها الذين آمنوا അല്ലയോ സത്യവിശ്വാസികളെ ലാ തത്തഖിദുൽ കാഫിരീൻ നിങ്ങൾ നിഷേധികളെ സ്വീകരിക്കരുത് ഔലിയാ രക്ഷാധികാരികളായി സ്വീകരിക്കരുത് മിൻ ദൂനിൽ മുഅ്മിനീൻ സത്യവിശ്വാസികളെ വിട്ടുകൊണ്ട് നിഷേധികളെ രക്ഷാധികാരികളായി സ്വീകരിക്കരുത്. അതുരീദൂന അൻ തജഅലൂ ലില്ലാഹ് നിങ്ങൾ ഉദ്ദേശിക്കുന്നു അൻ തജഅലൂ ലില്ലാഹ് അല്ലാഹുവിന് നൽകാൻ അലൈക്കും നിങ്ങൾക്കെതിരിൽ നൽകാൻ സുൽത്താനം മുബീന വ്യക്തമായ രേഖ നൽകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തുകളിൽ കപടവിശ്വാസികളെക്കുറിച്ച് അതിരൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയതിനു ശേഷം അവസാനമായി വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം നൽകുന്നു. അതായത് അല്ലാഹു കഴിഞ്ഞ ആയത്തുകളിൽ വിമർശിച്ചത് ഏതെങ്കിലും വ്യക്തികളോടോ വിഭാഗങ്ങളോടോ ഉള്ള അന്ധമായ വിരോധത്തിന്റെ പേരിലല്ല, മറിച്ച് നിങ്ങളും അവരും ലോകാവസാനം വരെയുള്ള ജനങ്ങളും നന്നാകുന്നതിനു വേണ്ടിയാണ്. ഇതറിയിക്കുന്നതിന് അല്ലാഹു തആല വളരെ സ്നേഹത്തോടെ ഒരു ഉപദേശം നൽകുകയാണ്. يا أيها الذين آمنوا لا تتخذوا الكافرين أولياء من دون المؤمنين ആദ്യം യാ അയ്യുഹല്ലദീന ആമനു എന്ന സ്നേഹനിർഭരമായ സംബോധന നടത്തി. അല്ലയോ സത്യവിശ്വാസികളെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്, എന്റെ വാഗ്ദാനങ്ങൾ സത്യമാണ്, അതിൽ പറയപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണം എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഉപദേശം ശ്രദ്ധിക്കുക. എന്താണ് ആ ഉപദേശം? ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ നിങ്ങൾ സത്യവിശ്വാസികളെ രക്ഷാധികാരികളായി സ്വീകരിക്കരുത്. ഇതിന്റെ ആശയം ഇതിനു മുമ്പും പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇത്തരം ആയത്തുകൾ വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെടുന്ന കാരണത്താൽ ഒരിക്കൽ കൂടി അത് മനസ്സിലാക്കാൻ ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് അൽ കാഫിരീൻ എന്നാണ്, അമുസ്ലിംകളെ കുറിച്ചല്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടും അത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അതിന്റെ വിളക്കിന് ഊതിക്കെടുത്താൻ നിരന്തരം പരിശ്രമിക്കുന്ന നിഷേധികളാണ് ഉദ്ദേശം. ലാ തത്തഖിദുൽ കാഫിരീൻ അബൂജഹലിനെ പോലെയുള്ള വ്യക്തമായ നിഷേധത്തിന്റെയും അക്രമത്തിന്റെയും മാർഗം സ്വീകരിച്ചവരെ നിങ്ങൾ സ്വീകരിക്കരുത്. അല്ലാതെ പൊതു അമുസ്ലിമീങ്ങളുമായി നല്ല ബന്ധത്തിൽ കഴിയുന്നതിനെ ഇസ്ലാം എതിർക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ആ കാര്യം വന്നിട്ടുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയും പ്രവർത്തിച്ച് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. മദീനയിലുണ്ടായിരുന്ന യഹൂദികളുമായി സുഹൃബന്ധം സ്ഥാപിച്ചിരുന്നു. മക്കയിലുള്ള സാധാരണ മുസ്ലിമീങ്ങളുമായി വളരെ നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു.
ലോകത്തുള്ള മുഴുവൻ അമുസ്ലിമീങ്ങളോട് നല്ല നിലയിൽ പെരുമാറാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയും സഹാബാക്കൾ എല്ലാവരും അത് പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഔലിയാ രക്ഷാധികാരികളാക്കരുത്. പറയുന്ന കാര്യങ്ങളെല്ലാം അന്വേഷണം കൂടാതെ അതേപടി അംഗീകരിക്കുന്ന അവസ്ഥയുണ്ടാകരുത് എന്നതാണ് ഉദ്ദേശം. ഏതെങ്കിലും അമുസ്ലിമീങ്ങൾ അവർ എതിരാളികളാണെങ്കിൽ തന്നെ ശരിയായ കാര്യം പറഞ്ഞു തന്നു, അത് അംഗീകരിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ഞാൻ വണ്ടി ഓടിക്കുന്നു, വാഹനത്തിന്റെ കതവ് തുറന്നു കിടക്കുന്നു, ഇസ്ലാമിനോടും മുസ്ലിമീങ്ങൾക്കും ശത്രുതയുള്ള ഒരു വ്യക്തി അദ്ദേഹം നിങ്ങളുടെ വാതിൽ തുറന്നു കിടക്കുന്ന അപകടമാണെന്ന് പറയുന്നു. ഈ സമയം നീ പോയി പണി നോക്കി, നീ പറയുന്നത് ഞാൻ കേൾക്കത്തില്ല എന്ന് പറഞ്ഞ് 110 വീണ്ടും വണ്ടി അമർത്തി ഓടിക്കണ്ട, അങ്ങനെ പാടില്ല. ദീനിന് എതിരായ എന്തെങ്കിലും കാര്യങ്ങൾ അവർ പറയുന്നു, ഉദാഹരണത്തിന് നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, സക്കാത്ത് കൊടുക്കേണ്ടതില്ല, തുണിയില്ലാതെ കറങ്ങി കിടക്കൻ, തെറ്റായ കമ്പനികളൊക്കെ കൂടി മോശമായ രീതിയിൽ കഴിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളായ ആളുകളെയാണ് നിങ്ങൾ രക്ഷാധികാരികളായി സ്വീകരിക്കേണ്ടത്. യഥാർത്ഥ വിശ്വാസികൾ, അതായത് മുസ്ലിമീങ്ങളിലും പെട്ട, അള്ളാഹു നമ്മളെല്ലാവരും കാക്കുമാറാകട്ടെ, തെമ്മാടികൾ, ഫാസിഖീങ്ങൾ, മോശപ്പെട്ട ജീവിതം പുലർത്തുന്നവർ, അവർ തെറ്റായ മാർഗം പറഞ്ഞു തന്നു, ഒരിക്കലും അംഗീകരിക്കുകയില്ല, അംഗീകരിക്കാൻ പാടുമില്ല. നമ്മളുടെ ആളുകൾ തന്നെ തിന്മയിലേക്ക് വിളിക്കുന്നു, കൂട്ടുകാരെ തിന്മയിലേക്ക് വിളിക്കുന്നു എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അമുസ്ലിമീങ്ങൾക്കെതിരിൽ നമ്മളുടെ കൂട്ടുകാർ നമ്മളെ പ്രേരിപ്പിക്കുന്നു, അംഗീകരിക്കത്തില്ല. ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ അക്കാദമിയുടെ ആദ്യത്തെ പുസ്തകമാണ്. മനുഷ്യത്വം മരിച്ചിട്ടില്ല. ആരൊക്കെ വായിച്ചിട്ടുണ്ട്? അതിലെ മൂന്നാമത്തെ സംഭവം മഹാനായ ഗുരുവര്യൻ മൗലാന മുഹമ്മദ് മൻദൂർ നുഅ്മാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. അദ്ദേഹം ഒരു മസ്ജിദിൽ ഇമാമായിട്ട് നിൽക്കുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ വർഗീയ കലാപം വേറെ എവിടെയോ ഉണ്ടായി. ഒരു അമുസ്ലിം സ്ത്രീയുടെ പിന്നാലെ 2 മുസ്ലിം ചെറുപ്പക്കാർ ഓടുന്നു അടിക്കാൻ വേണ്ടി. മൗലാന ഇറങ്ങിയിട്ട് വന്ന് തൊട്ടുപോകരുത്, അനുവാദമില്ല. ഞങ്ങൾ തൊട്ടു നോക്കിയാൽ കാണിച്ചു തരാം. വേറെ സ്ഥലത്ത് അവിടെ മുസ്ലിമീങ്ങൾ കൊല്ലപ്പെടുന്നല്ലോ, നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അവിടെ പോയി തിരിച്ചടിക്കാൻ നോക്കും. ഈ പെണ്ണ് എന്ത് പിഴച്ചു? നിങ്ങൾ ഈ പെണ്ണിന്റെ ദേഹത്തെ കൈവച്ചാൽ ഞാൻ നിങ്ങൾക്കെതിരിൽ കോടതിയിൽ പോയി കേസ് വാദിക്കും, പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കും. അതുകൊണ്ട് സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ നെറികേട് പറഞ്ഞു, തിന്മകൾ പറഞ്ഞു, നമ്മൾ അംഗീകരിക്കത്തില്ല. മുസ്ലിം നാമധാരിയാകുക എന്നല്ല വിഷയം. യഥാർത്ഥ മുസ്ലിമീങ്ങൾ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ അവരൊരു കാര്യം പറഞ്ഞു, ആ കാര്യം സത്യമായിരിക്കും, ആ കാര്യം പാലിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ. ഇന്നത്തെ കാലഘട്ടത്തിലെ വലിയ നാശമാണ് മുസ്ലിമീങ്ങളിൽപ്പെട്ട നമ്മളെപ്പോലെയുള്ള ആളുകൾ സമുദായത്തിലെ സാധുക്കളോട് അമുസ്ലിമീങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും പറയും. അവരും മുസ്ലിമീങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കടുത്ത വിരോധം, വർഗീയത, ഉപദ്രവം. ഈ നാട്ടിലെ ഹൈന്ദവർ സാധുക്കളായിരുന്നു. കുറെ വർഗീയവാദികൾ ഇറങ്ങി അവരുടെ മനസ്സിൽ നിറയെ വിഷം വെച്ചു കൊടുത്തു. മുസ്ലിമീങ്ങൾ മുഴുവനും മോശപ്പെട്ടവരാണ്, അക്രമികളാണ് ഇന്ന് പൊതു അമുസ്ലിമീങ്ങൾ എല്ലാവരും ധരിക്കുന്നു. പിന്നെ വളരെ കരുണയുള്ള വിഭാഗമായിരുന്നു ക്രൈസ്തവർ. അവരുടെയും ഇടയിൽ ആളുകൾ ഇറങ്ങി മുസ്ലിമീങ്ങളോട് കടുത്ത വിരോധം. നമ്മളിൽപ്പെട്ട കുറെ എണ്ണം അമുസ്ലിമീങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും. വളരെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇസ്ലാം അമുസ്ലിമീങ്ങളോട് മോശമായി പെരുമാറാൻ പറയുന്നില്ല,
ധിക്കാരികളോട് പോലും മോശമായി പെരുമാറാൻ പറയുന്നില്ല. മാന്യമായ നിലയിൽ ആളുകളിൽ നിന്ന് അകന്നു കഴിയുന്നത് വേറെ കാര്യം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ അതുരീദൂന അൻ തജഅലൂ ലില്ലാഹി അലൈക്കും സുൽത്താനം മുബീന. മതപരമായ കാര്യങ്ങളിൽ ഇസ്ലാമിനോട് കടുത്ത ശത്രുതയുള്ളവർ ദീനിന് എതിരായി എന്തെങ്കിലും കാര്യം പറയുന്നു, അത് മുസ്ലിമീങ്ങളാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല. താടി പഠിക്കുക. മുത്തഅല്ലിമീങ്ങൾ എത്രയോ കഷ്ടപ്പെട്ടാണ് ആളുകൾ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്. ഉടനെ കുറെ ആളുകൾ വലിയ ഭാവി വാഗ്ദാനങ്ങളുമായി വരും. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നിങ്ങളുടെ ഭാവി എന്താകും, അതുകൊണ്ട് ഓതുകയൊന്നും വേണ്ട, ഇങ്ങോട്ട് തിരിച്ചു വാ. നിങ്ങൾ ഈ മുസ്ലിയാരെന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? മുസ്ലിമീങ്ങൾ പോലും പറഞ്ഞ് അംഗീകരിക്കാൻ പാടില്ല. അത് സാധാരണ മുസ്ലിമീങ്ങളിൽ നിന്ന് എന്നല്ല, സാധാരണ അമുസ്ലിമീങ്ങളിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, കടുത്ത നിഷേധികളിൽ നിന്നുണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ നിഷേധികളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മതപരമായ കാര്യങ്ങളിൽ നിഷേധികളെ നിങ്ങൾ ആത്മമിത്രമാക്കരുത്, രക്ഷാധികാരികളാക്കരുത്. പിന്നെ ആരെ ആക്കണം? അള്ളാഹുവിനെ നിങ്ങൾ രക്ഷാധികാരിയാക്കിൻ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴികാട്ടിയാക്കിൻ. അള്ളാഹും റസൂലുമായി ബന്ധമുള്ള ആളുകളെ നിങ്ങൾ വഴികാട്ടിയാക്കിൻ. നല്ലവരുമായി ബന്ധപ്പെടുൻ, അവരുമായി സുഹൃബന്ധം സ്ഥാപിക്കൻ. അതുരീദൂന അൻ തജഅലൂ ലില്ലാഹി അലൈക്കും സുൽത്താനം മുബീന. നിങ്ങൾ സത്യവിശ്വാസികളല്ലാത്ത ആളുകളെ രക്ഷാധികാരിയായി സ്വീകരിച്ചാൽ നിങ്ങൾക്കെതിരിൽ തന്നെ വ്യക്തമായ രേഖ പടച്ചവന് കൊടുക്കലാണ്. ഞാൻ ഇന്നയാളെയാണ് രക്ഷാധികാരിയായി സ്വീകരിച്ചത്, അതുകൊണ്ട് ഞാനും അയാളെ പോലെ തന്നെ നിഷേധിയാണ്. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഞാൻ മദ്യഷാപ്പിൽ പോയിരുന്നു, എന്നെപ്പറ്റി സ്വാഭാവികമായും കള്ളുകുടിയെന്ന് വിചാരിക്കപ്പെടും. ഞാൻ മോശപ്പെട്ട സ്ഥലത്ത് പോയി മോശപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ കഴിഞ്ഞു, ഞാനും മോശപ്പെട്ടവൻ ധരിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് നിങ്ങൾക്കെതിരിൽ രേഖയെ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണോ? ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആകരുത്. അതുരീദൂന അൻ തജഅലൂ ലില്ലാഹി അലൈക്കും സുൽത്താനം മുബീന. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധം, കൂട്ടുകെട്ട്, ആത്മാർത്ഥമായ അടുപ്പം, യോജിപ്പ് ആരുമായിട്ടാണ് നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹുമായിട്ടാണോ, റസൂലുമായിട്ടാണോ, നല്ലവരുമായിട്ടാണോ? നിങ്ങൾ നന്നായിത്തീരും. ഖുർആനുമായിട്ടാണോ, ഹദീസുമായിട്ടാണോ, ഫിഖ്ഹുമായിട്ടാണോ, നല്ല വിജ്ഞാനങ്ങളുമായിട്ടാണോ? നിങ്ങൾ നന്നായിത്തീരും. നിങ്ങളുടെ ബന്ധം മോശമാണോ? നിഷേധികളുമായി, ധിക്കാരികളുമായി, നിഷേധങ്ങളുമായി, ധിക്കാരങ്ങളുമായി, സിനിമകളുമായി, മോശമായ കാര്യങ്ങളുമായിട്ടാണോ? നിങ്ങൾ മോശപ്പെട്ടവരായിത്തീരും. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ.